നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ ഡോക്ടർ. ആ ദേവിക, അവിടെ എന്തായി കാര്യങ്ങൾ? ഇവിടെ പതിവ് പോലെ പിടിച്ചു നിൽക്കാനുള്ള ശരത്തിന്റെ ശ്രമങ്ങൾ. പിന്നെ ശരത്തിന് ചുറ്റും നിൽക്കാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ. നിത്യ, അതാ കഷ്ടം. ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഡോക്ടർ നിരഞ്ജന്റെ വഴിപിഴച്ചു പോയ മുറപ്പെണ്ണിനെയും കൊണ്ടുവന്ന് അവളുടെ ഭാവി തകർക്കാൻ നോക്കുകയാണെന്ന്. നല്ലവനും സൽസ്വഭാവിയും ആയ അവളുടെ ശരത്തേട്ടനെ ലോകത്തിന് മുൻപിൽ നാണം കെടുത്തുകയാണെന്ന്. എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് ഞാനും. ഇനി എന്ത് ചെയ്യും ദേവികെ? എനിക്കറിയില്ല ഡോക്ടർ. പക്ഷേ ഈ പറയുന്നതിൽ എന്തൊക്കെയോ സത്യം ഉണ്ടെന്ന് അച്ഛനും അമ്മയും വിശ്വസിക്കുന്നുണ്ട്. എന്നാലും അവരും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയില. അവരെ ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. സാരല്ല ഡോക്ടർ, നല്ലതിനു വേണ്ടിയല്ലേ നമ്മൾ ഇത്രയൊക്കെ ചെയ്തത്. ഡോക്ടർ ഫോൺ വെച്ചോ, ഞാൻ നാളെ വിളിക്കാം. ശരി. നീ ജയിച്ചതിന്റെ സന്തോഷത്തിലല്ലേ? സത്യത്തിലേ നിന്നോട് നന്ദി പറയാനാ ഞാൻ വന്നത്. എന്തു മുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതിനുള്ള വഴിയാ നീ വെട്ടിത്തന്ന്. അതായത് നിത്യയും ഞാനും തമ്മിലുള്ള കല്യാണം നടക്കരുതെന്നുള്ള എന്റെ ആഗ്രഹത്തിന് റാന്തൽ വിളക്കം പിടിച്ച് നീ മുന്നിൽ നടന്നു. അവളെ കെട്ടിയ പിന്നെ നിന്നെ ഞാൻ എങ്ങനെ കെട്ടൂടി ദേവികയെ? ആ പിന്നെ അതിബുദ്ധിമാനായ ഡോക്ടർ നിരഞ്ജനുള്ള പണി അത് അതിഗംഭീരമായിട്ട് ഞാൻ അയാൾക്ക് കൊടുത്തോളാം. നീ ആ നിരഞ്ജനോട് വിളിക്കുമ്പോ ഒന്ന് പറഞ്ഞേക്ക്, അയാള് ഡോക്ടറാണെങ്കിലേ ഡോക്ടർക്ക് ചീട്ട് എഴുതുന്നവനാ ശരത്തെന്ന്. എന്റെ കൊച്ചേ, നീ ഇങ്ങനെ തളർന്നു തൂങ്ങിയിരിക്കാതെ എഴുന്നേറ്റ് വാ. നിന്റെ കൂട്ടുകാരികളുടെ അടുത്തേക്ക് ചെല്ല്, അല്ലെങ്കിൽ ആ പിള്ളേർ എന്തു വിചാരിക്കും? അവർക്ക് അപ്പോഴേ പോയി. അയ്യോ, ഒന്നും കഴിക്കാതെയോ? ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കണ്ടിട്ട് അവര് പിന്നെ കഴിക്കാൻ നിക്കോ? എന്നാലും ഈ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഇനി എന്ത് ചെയ്യും? എല്ലായിടത്തും കുഴിച്ചു മൂടും, അല്ലാതെ എന്ത് ചെയ്യാന്? എന്തായാലും മറ്റോളുടെ ആഗ്രഹം നടന്നല്ലോ. ആ നിങ്ങളൊക്കെ കൂടി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന നിത്യക്കുട്ടി കൂടുതൽ തളരത്തല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് ആ ദേവികയുടെ യഥാർത്ഥ നിറം പുറത്തു വന്നു. അത് തന്നെ, ഞാനിത് നേരത്തെ ശങ്ക ഇറക്കി പറഞ്ഞില്ലായിരുന്നു. ശത്രു ഏതൊക്കെയോ രീതിയിൽ കെണികൾ ഒരുക്കുന്നുണ്ടെന്ന്, ശത്രു യാത്രയിലാണെന്ന്. അതായത് ആ പെണ്ണ് ഇങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു. എന്തോന്നാ പെണ്ണിന്റെ പേര്? മിന്നുമണിയോ? പൊന്നുമണി എന്നാ പറഞ്ഞത്. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതിന്. എന്നിട്ട് ഓരോ വേഷം കെട്ടുമായിട്ട് വന്നേക്കുന്നു. അത് പിന്നെ ശരത്തുമോനെ ഞങ്ങൾക്കറിയില്ലേ? ഈ പെണ്ണിന് വരാനായിരുന്നെങ്കിൽ നേരത്തെ വരത്തില്ലായിരുന്നോ?
അപ്പോ ഇന്നത്തെ ദിവസം ഇത്രയും നല്ലൊരു ചടങ്ങിൽ തന്നെ വന്നു കയറിയത് ശരത്തുമോനോടും നിത്യമോളോടുമുള്ള വൈരാഗ്യം തീർക്കാൻ. അതിവിടെ ആർക്കാ മനസ്സിലാവാത്തെ? മനസ്സിലാവാത്തൊരു കൂടെ ഉണ്ടല്ലോ. എന്റെ നെഞ്ചിന് കുറുകെ തലങ്ങും വിലങ്ങും വെട്ടിയവളാ ദേവിക. അവളിപ്പോ സ്വന്തം മകളുടെ നെഞ്ചിന് കുറുകെ വെട്ടി. നിത്യയുടെ കഴുത്തിൽ വീഴാൻ പോയ താലിയല്ലേ അവള് വെട്ടിമുറിച്ച് കളയാൻ നോക്കിയത്. ഞാൻ പിന്നെ ഒരു മാന്യനായതുകൊണ്ടും നിത്യക്കുട്ടിയെ എനിക്ക് എന്റെ പ്രാണനേക്കാൾ ഇഷ്ടമായതുകൊണ്ടും ഞാനിവിടെ ഇറങ്ങിപ്പോയില്ല. അല്ലെങ്കിൽ എന്താ ഒരു നിത്യയുടെ അവസ്ഥ? എന്നിട്ട് അവരോട് സൂചിച്ചിരിക്കുക. എന്നിട്ട് ഞാൻ അതുവഴി വന്നപ്പോ അവർ ഡോക്ടർ നിരഞ്ജനെയും വിളിച്ച് ഇവിടുത്തെ പ്രശ്നം പറഞ്ഞ് ചിരിച്ചുല്ലസിക്കുന്നു. കൊല്ലും ഞാൻ നിന്നവളെ. അയ്യോ മോളെ എന്താ ഇത്? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അതെ, ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ഈ സംഭവത്തോടെ അച്ഛനും അമ്മയ്ക്കും ദേവിക ഏതാണ്ട് പിടികിട്ടിട്ടുണ്ട്. ഇനി മുത്തശ്ശിയും ബാമനി അമ്മച്ചിയും അച്ഛനൊക്കെ കൂടെ ചെന്ന് ഒന്നോടൊന്ന് പറഞ്ഞാൽ മതി. ഓ, എനിക്ക് തോന്നുന്നില്ല. കൂടെ നിൽക്കുന്നവരെല്ലാം ഇല്ലാതായി ഒറ്റപ്പെട്ട് ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയ വീടിന്റെ മോളില് ചുണ്ടലി ഇരിക്കുന്നത് പോലെ ആ കുണനിരിക്കും. അന്നേരമേ അവന് മനസ്സിലാകത്തുള്ളൂ ആരൊക്കെയായിരുന്നു വേണ്ടപ്പെട്ടവരെന്ന്. ഞാൻ ആദ്യം ആ പെണ്ണിനെ കണ്ടപ്പോ ഓർത്തതേ ഏതോ നാടകക്കാരിയെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നതെന്നാ. പിന്നെ ഇങ്ങനത്തെ ഒരു ചതിക്ക് വേഷം കെട്ടി വരാതിരിക്കുമല്ലേ ആളുകൾ. ഇതില് വേറൊരു തന്ത്രം ഉണ്ട് ചാച്ച. ഡോക്ടർ നിരഞ്ജന്റെ മുറപ്പെണ്ണെ തന്നെ ഇറക്കിയോണ്ട് പല ഗുണങ്ങളുണ്ട്. നാളെ ഒരു കേസ് വന്നാല് അവള് പറഞ്ഞെടുത്ത് നിൽക്കും. അതുപോലെ കാശും കൊടുത്തിട്ടുണ്ടാവും. മറ്റുള്ളവരൊന്നും അങ്ങനത്തെ വയ്യാവലി പിടിക്കാൻ നിൽക്കത്തില്ല. പിന്നെ ഞാൻ ഇതിൽ മനസാ വാച കർമ്മണ ഇല്ലാത്തതിനാൽ എനിക്ക് ധൈര്യമായിട്ട് DNA ടെസ്റ്റും നുണ പരിശോധനയും എല്ലാം നടത്താൻ പറയാൻ പറ്റും. അത് നടക്കട്ടെ. എന്നിട്ട് വേണം ഇതിനെയല്ല എനിക്ക് ആഴി എണ്ണിക്കാൻ. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ നല്ലൊരു ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ കല്യാണം അത് നിശ്ചയിച്ച പോലെ തന്നെ നടക്കും. എന്നിട്ട് നമ്മൾ കൈ ചേർത്ത് പിടിച്ച് ആ ദേവികയുടെ മുന്നോടെ തന്നെ നടക്കും. എന്താ അതുപോലെ?